നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങൾ പതിയെ കൊറോണയെ അതിജീവിച്ചു തുടങ്ങി. പ്രവാസികൾക്ക് ഭയമില്ലാതായി. എന്നാൽ ഈ അവസാന നിമിഷം വിമാന സർവീസുകൾ ഉയർന്നു. നാട്ടിലെ അവഗണനയും കരുതലില്ലായ്മയും കാരണം പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന തീരുമാനത്തിലെത്തി. യാത്രക്കാരില്ലാതെ കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യവും ഉരുവായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വന്ദേ ഭാരത് മിഷന്റെ പുതിയ പട്ടികയിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് 59 വിമാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 39 എണ്ണവും കേരളത്തിലേക്ക്. ജൂലൈ 1 മുതൽ 14 വരെയുള്ള പട്ടികയിലാണ് ഇത്രയും വിമാനങ്ങൾ ഇടം പിടിച്ചത്. വിമാനങ്ങളുടെ വിശദവിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ദുബായ്, അബുദാബി എന്നിവിടങ്ങളിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തുന്നത്. ഒപ്പം UAE-യിൽ നിന്ന് ചാർട്ടേഡ് വിമാനങ്ങളും സർവീസ് നടത്തുന്നു. വിവിധ സംഘടനകളും കമ്പനികളും ചാർട്ടേഡ് സർവീസുകളുമായി രംഗത്തെത്തിയതോടെ യാത്രക്കാർക്കായി വലവീശുകയാണ് എയർലൈനുകളും സംഘാടകരും ഏജൻസികളും. രജിസ്റ്റർ ചെയ്തവരിൽ പലരും യാത്ര റദ്ദാക്കുന്നതിനാൽ തന്നെ ചില സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷകരമായ ഒരു വാർത്ത, സൗദിയിൽ നിലനിൽക്കുന്ന ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും അസ്ഥാനത്താക്കി ഏറ്റവും കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ. വന്ദേ ഭാരത് 4ാം ഘട്ടത്തിൽ സൗദിയിലെ വിമാനത്താവളങ്ങളിൽ നിന്നും കേരളത്തിലെ മുഴുവൻ സെക്ടറുകളിലേക്കും മൂല്യവർദ്ധിത നികുതി അടക്കം 98 റിയാലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1ാം ഘട്ടത്തിൽ 950 റിയാൽ മുതൽ 3ാം ഘട്ടമായപ്പോഴേക്കും 1700 മുകളിലേക്ക് നിരക്കെത്തിയിരുന്നു. ഇതാണിപ്പോൾ ഇതുവരെയുള്ളതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരേ നിരക്ക് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ യാത്രക്കാരെ ആകർഷിക്കുന്നത്. രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മുൻഗണനാ പട്ടിക തയ്യാറാക്കി എംബസി യാത്രക്കാരെ അറിയിച്ചു തുടങ്ങി. എയർ ഇന്ത്യ ഓഫീസുകളിൽ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കണമെന്ന നിബന്ധനയിൽ മാറ്റവുമില്ല. എന്നാൽ തിരക്കൊഴിവാക്കുന്നതിന് ഒരേ കരിയറിലെ നിശ്ചിത യാത്രക്കാരെ മാത്രം വിളിച്ചു വരുത്തുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. വന്ദേ ഭാരത് ദൗത്യത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യ പ്രാരംഭത്തിൽ പ്രഖ്യാപിച്ച ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടൊപ്പം തന്നെ പിന്നീട് കുറച്ചുവെങ്കിലും ഇത്രയുമുള്ളത് ആദ്യമായിട്ടാണെന്നാണ് പ്രവാസികൾ പറയുന്നത്. ചാർട്ടേഡ് വിമാനങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ എളുപ്പമാകുകയും എണ്ണം വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിലനിൽക്കുന്ന മത്സരം ഒഴിവാക്കാനാണ് എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് പുറപ്പെടുന്ന എല്ലാ സർവീസുകളെക്കാളും ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്ക് നിലവിലും 1200 റിയാലാണ് ഈടാക്കുന്നത്. യാത്രക്കാരെ തികയ്ക്കാൻ സജീവമായി രംഗത്തിറങ്ങി ചാർട്ടേഡ് വിമാനങ്ങളുടെ സംഘാടകർ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് നിരക്കിലെ വർധനവും തിരിച്ചുവരുന്നതുമായി ബന്ധപ്പെട്ട് സൗദി പ്രഖ്യാപിച്ച നിലപാടും യാത്രക്കാരുടെ തള്ളൽ കുറച്ചിട്ടുമുണ്ട്. എങ്കിലും വന്ദേ ഭാരത് മിഷൻ അനുസരിച്ച് വിമാനങ്ങളുടെ എണ്ണത്തിൽ ആനുപാതികമായ കുറവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.